മലയാളികൾക്ക് ഏറെ പരിചിതയായ നടിയാണ് രേവതി. 1983 പുറത്തിറങ്ങിയ മൻവാസനെ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അവർ അഭിനയ രംഗത്തേക്ക് വരുന്നത്. അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കാറ്റത്തെ കിളിക്കൂട് എന്ന സിനിമയിലൂടെയാണ് രേവതി ആദ്യമായി മലയാളത്തിൽ അഭിനയിക്കുന്നത്. പിന്നീട് തെലുങ്കിലും അഭിനയിക്കാൻ അവർക്ക് സാധിച്ചു. തൻ്റെ കരിയറിൽ മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി നിരവധി മികച്ച സിനിമകളുടെ ഭാഗമായ നടി കൂടിയാണ് രേവതി. സിനിമയെ താൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നുവെന്നും സിനിമയെ പണം സമ്പാദിക്കുവാനുള്ള മേഖലയായി മാത്രമല്ല പരിഗണിച്ചതെന്നും പറയുകയാണ് രേവതി. എന്നാൽ തനിക്കൊരു പരീക്ഷണകാലം ഉണ്ടായിരുന്നുവെന്നും അന്ന് തൻ്റെ പ്രശ്നം എന്തായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നുവെന്നും നടി പറയുന്നു. മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ ആ സമയത്ത് തൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത 2 സിനിമകളിൽ അഭിനയിച്ചിരുന്നുവെന്നും രേവതി പറഞ്ഞു. മഹിളാരത്നത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി. സിനിമയെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. സിനിമയെ പണം സമ്പാദിക്കുവാനുള്ള മേഖലയായി മാത്രമല്ല ഞാൻ പരിഗണിച്ചത്. അങ്ങനെ ഞാൻ സിനിമയെ കണ്ടിരുന്നുവെങ്കിൽ എൻ്റെ സിദ്ധാന്തത്തിന് ശക്തിയില്ലാതെ പോയേനെ. എങ്കിലും എനിക്കൊരു പരീക്ഷണകാലമുണ്ടായിരുന്നു. അന്ന് എൻ്റെ പ്രശ്നം എന്തായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വേദനാജനകമായ ഒരു സന്ദർഭമായിരുന്നു അത്. മറ്റു മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത 2 സിനിമകളിൽ അഭിനയിച്ചു. അതോർത്ത് ഞാൻ വളരെയധികം വിഷമിച്ചു. ആ സിനിമകളും വിജയമായിരുന്നു. അതിനുശേഷം ഇന്നുവരെ എൻ്റെ പോളിസിയിൽ ഞാൻ ഉറച്ചു നിന്നു. മനസ്സിന് ഇഷ്ടപ്പെടാത്ത സിനിമകൾ ചെയ്യാറില്ല. പല സഹനടിമാരും രേവതി അഭിനയിച്ചതുപോലുള്ള കഥാപാത്രങ്ങളിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് അഭിമുഖങ്ങളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ മനസ്സിൽ ചെറിയൊരു സന്തോഷം തോന്നാറുണ്ട് എന്നും രേവതി പറയുന്നു.